സങ്കീർത്തന പുസ്തകം 91 അധ്യായം 10 തിരുവചനം പറയുന്നു, നിനക്കൊരു തിന്മയും വരികയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ തൊടുകയില്ല. 2 മക്കാബയുടെ പുസ്തകം 8 അധ്യായം 18 തിരുവചനം പറയുന്നു, നിനക്കെതിരെ വരുന്ന സകല ശക്തികൾക്കും ലോകം മുഴുവനെയും തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് എന്റെ പ്രത്യാശ. റോമാക്കാർക്ക് ലേഖനം 16 അധ്യായം 20 തിരുവചനം പറയുന്നു, സമാധാന ദൈവമായ കർത്താവ് നിങ്ങളുടെ ശത്രുവായ പിശാചിനെ കാൽ കീഴിലാക്കി തകർത്ത് കളഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പിശാചിന്റെ ആക്രമണങ്ങൾ കടന്നു വരാം. 2 രീതിയിലാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ സാധാരണ പിശാച് ആക്രമണങ്ങൾ കടത്തിവിടുക. 1 വഴി തടയുക, 2 വഴി തെറ്റിക്കുക. നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ, ആ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ആ വഴി അങ്ങോട്ട് തെറ്റിക്കുക, 2 അല്ലെങ്കിൽ നമ്മുടെ വഴി അങ്ങോട്ട് തെറ്റിച്ച് മറ്റൊരു രീതിയിലേക്ക് കടത്തിവിടുക. ഈ ദിനങ്ങളിലൊക്കെ കാണാൻ വന്നിരിക്കുന്ന അനേകം വ്യക്തികളുടെ ജീവിതങ്ങളിൽ ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങളാണ്. ഒരു വ്യക്തി എന്നോട് പറയുക, അച്ഛാ, നല്ല രീതിയിലാണ് ബിസിനസ് പോയിക്കൊണ്ടിരുന്നത്, എന്നാൽ ബിസിനസ് തകർന്ന് തരിപ്പണായി. ഇപ്പോഴത്തെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ കഞ്ഞി കുടിക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥയാ. 3 കുഞ്ഞുങ്ങളുണ്ട് അച്ഛാ, നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ആ കുഞ്ഞുങ്ങൾ വളർന്നു വന്നതാ. ഇപ്പോഴത്തെ അവസ്ഥ ഈ കുഞ്ഞുങ്ങൾക്ക് 3 നേരം പോലും ഭക്ഷണം കൊടുക്കാൻ ഇല്ലാത്ത അവസ്ഥയാ. കുഞ്ഞുങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടം അച്ഛാ. ഇത്രയും മുകളിൽ നിന്ന് താഴേക്ക് വീഴുമ്പോഴുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദനയാ. ഇനി എന്ത് ചെയ്യുക അച്ഛാ? ഈ മനുഷ്യൻ തുടർന്ന് പറയുക, ഈ ബിസിനസ് ഒക്കെ തകർന്നിരിക്കുന്ന അവസ്ഥയില ഭാര്യയ്ക്ക് ഒരു വയറുവേദന വന്നു, ഡോക്ടറെ അടുത്ത് പരിശോധിച്ചപ്പോഴാണ് പറയുന്നത് അത് ക്യാൻസർ ആണ് എന്ന്. ഇപ്പോൾ ഇതാ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളായി പോയിക്കൊണ്ടിരിക്കുക. ഇതേപോലെ തന്നെ മറ്റൊരു വ്യക്തി വന്ന് പറയുകയാണ്, എല്ലാം തകർന്ന് തരിപ്പണായിരിക്കുന്ന അവസ്ഥ, 2 മക്കളെങ്കിലും എന്റെ കുടുംബത്തെ കൈപിടിച്ചുയർത്തും എന്ന് വിചാരിച്ചു. മൂത്ത മോള് അവൾ BDS പഠിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ റിസൾട്ട് വന്നപ്പോൾ അവള് പരാജയപ്പെട്ടിരിക്കുന്നു. അതല്ല, മകനുണ്ട്. മകൻ കഴിഞ്ഞ ആഴ്ച ആക്സിഡന്റ് ഉണ്ടായി, കാലൊക്കെ ഫ്രാക്ചർ ഇട്ട് അവൻ കിടക്കുക. ഇന്ന് ചില കുടുംബങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഇതേപോലുള്ള വേദനിക്കുന്ന അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പിശാചിന്റെ തന്ത്രമാണ്, പിശാച് ഒരു വ്യക്തിയെ ശല്യപ്പെടുത്തുന്ന അവസ്ഥയാണ് വഴി തടയുക. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴികൾ സുഗമമായി പോയിക്കൊണ്ടിരിക്കുക, ബിസിനസ് ഭംഗിയായി പോയിക്കൊണ്ടിരിക്കുക, കുടുംബ സമാധാനപുറം പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ വഴി തടയുക, അത് പിശാചിന്റെ തന്ത്രമാണ്. 2 നമ്മുടെ വഴി തെറ്റിക്കുക. നല്ലപോലെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, ആ കുടുംബത്തെ നശിപ്പിക്കാൻ, ആ വ്യക്തിയെ നശിപ്പിക്കാൻ, ആ വിശുദ്ധി ചോർത്തിക്കളയെ പിശാച് പല അടവുകളും ആ വ്യക്തിയുടെ മുമ്പിലേക്ക് കൊണ്ടുവരും എന്നുള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇത് അസാധാരണമായ പ്രവൃത്തിയായി തോന്നിയേക്കാം. ദൈവത്തിന് ഇത് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഇതേപോലുള്ള പീഡകൾ കടത്തിവിടുമ്പോൾ എന്താണ് ദൈവം ഒരു വ്യക്തിക്ക് ഇതേപോലുള്ള സഹനങ്ങളും പീഡകളും കടത്തിവിടുന്നത്? എന്നാൽ പിശാചിനെ സംബന്ധിച്ചിടത്തോളം ഇത് അസാധാരണമായ പ്രവൃത്തിയല്ല, മറിച്ച് സാധാരണ പ്രവൃത്തിയാണ്. പിശാച് ഇത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വ്യക്തിയുടെ ഞെരുക്കങ്ങൾ, ഓരോ വ്യക്തിയുടെ സഹനങ്ങൾ, ഓരോ വ്യക്തിയുടെ പീഡനങ്ങൾ, ഇതെല്ലാം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗബ്രിയേൽ ആമോത്തച്ഛൻ റോമിലെ എക്സോർസിസ്റ്റ് ആയിരുന്ന വ്യക്തിയായിരുന്നു. ഈ ഗബ്രിയേൽ ആമോത്തച്ഛൻ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പിശാച് കടത്തിവിടുന്ന കെണികളെ കുറിച്ച്, അല്ലെങ്കിൽ പിശാച് കടത്തിവിടുന്ന ആക്രമണങ്ങളെ കുറിച്ച് 6 തിരിച്ചതായി അദ്ദേഹം പറയുന്നുണ്ട്. ഒന്നാമത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പിശാച് കടത്തിവിടുന്നതാണ് പേഴ്സണൽ ഇൻഫെസ്റ്റേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തികളുടെ മേലുള്ള പൈശാചിക പീഡ. ഇന്ന് ചില വ്യക്തികൾ ഈ പൈശാചിക പീഡകളിൽ ആയിരിക്കുന്ന അവസ്ഥയാണ്. ഈ വ്യക്തിയുടെ മേൽ ആ തിന്മയുടെ അരൂപി വലയം ചെയ്തിരിക്കുന്നു. നമ്മൾ നോക്കിക്കോ, എങ്ങനെയാണ് എന്റെ മേൽ അല്ലെങ്കിൽ നമ്മുടെ മേൽ തിന്മയുടെ അരൂപി പിശാചിന് കടത്തിവിടാൻ സാധിക്കുക? 3 രീതിയിലാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പിശാചിന് തിന്മയുടെ അരൂപികളെ കടത്തിവിടാൻ സാധിക്കുക. ഒന്നാമതായി, തിന്മയുടെ അരൂപികളെ ഒരു വ്യക്തി വിളിച്ചു വരുത്തുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ
സാമ്പത്തികമായ നേട്ടത്തിന് വേണ്ടി, ശത്രു സംഹാരത്തിന് വേണ്ടി, രോഗപീഠകൾ സൗഖ്യം കിട്ടാൻ വേണ്ടി ഒന്നാം പ്രമാണ ലംഘനങ്ങളിലൂടെ കടന്നുപോയി, അല്ലെങ്കിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാതെ മറ്റു പലതിന്റെ പിന്നാലെ പോയി, മന്ത്രവാദം, ഏലസ്, തകിട്, കൂടോത്രം ഇതിനൊക്കെ പിന്നാലെ പോയി തിന്മയുടെ അരൂപികളെ വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. അങ്ങനെ ആ വ്യക്തിയിലേക്ക് പേഴ്സണൽ ഇൻഫെസ്റ്റേഷൻ, വ്യക്തികളുടെ മേലുള്ള പൈശാചിക പീഡ കടന്നു വരും. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു. ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് മാതാപിതാക്കൾ പറയുക, അച്ഛാ, എന്റെ മോളുണ്ടല്ലോ, അവൾ മിടുക്കിയായിരുന്നു, അവൾ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി വിട്ടിരിക്കുകയാണ്. അവൾ നഴ്സിംഗ് പഠിച്ചു, നല്ല മാർക്കോടുകൂടി പാസ്സായി. ഇതിനുശേഷം അവൾക്ക് ജോലിയും കിട്ടി മറ്റൊരു സംസ്ഥാനത്തിന്. ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഇപ്പോൾ എല്ലാ ദിവസവും വീട്ടിലേക്കൊക്കെ ഫോൺ വിളിക്കാറുണ്ട്. പല ദിവസങ്ങളിൽ എന്താ ഒന്നും രണ്ടും പറഞ്ഞ് അമ്മയുമായി വഴക്കിടുന്നു, അപ്പനുമായി വഴക്കിടുന്നു, സഹോദരങ്ങളുമായി വഴക്കിടുന്നു. അങ്ങനെ വീട്ടിലേക്ക് ഫോൺ വിളിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കൊച്ച്. ഈ കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഈ നഴ്സിംഗ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവളെ ഈ മൊബൈലും നോക്കി ഹൊറർ മൂവീസ് കാണും. അതുപോലെ തന്നെ ഈ പൈശാചിക പീഡകളിലൂടെ കടന്നു പോകുന്ന അങ്ങനെയുള്ള സിനിമകളും അതുപോലെയുള്ള അങ്ങനെയുള്ള സൈറ്റുകളിലൊക്കെ അവൾ പോകാൻ തുടങ്ങി. ഒരു ദിവസം വീട്ടിലേക്ക് അമ്മയെ വിളിച്ചു, എന്തോ പറഞ്ഞ് വഴക്കുണ്ടാക്കി. ഈ കൊച്ച് ഇങ്ങനെ പറയുകയാണ്, ഇവർക്കാർക്ക് എന്നെ വേണ്ടെങ്കിൽ നീ അങ്ങോട്ട് എടുത്തോ, ഇവർക്കാർക്കും എന്നെ വേണ്ടെങ്കിൽ നീ അങ്ങോട്ട് എടുത്തോ. പിന്നീട് ആ കൊച്ച് എന്നോട് ബോധപൂർവ്വം ഷെയർ ചെയ്തൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ആ നിമിഷം മുതലാണ് അവളുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് എന്തൊരു തിന്മയുടെ രൂപി കടന്നു വന്നത്. ഇവള് പറയുകയാണ്, പിന്നീട് ഞാൻ തലകറങ്ങി വീഴുന്നു. ഇതേപോലെ തന്നെ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ജോലി സ്ഥലത്ത് ബെസ്റ്റായി ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന, പക്ഷെ അവിടെ നിന്ന് എന്നെ ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നു. വീട്ടിൽ വന്നു, ചില സമയങ്ങളിൽ ഞാൻ ഗോഷ്ടി കാണിക്കുന്ന പോലെ എന്റെ മുഖം പിടിക്കുന്നു. ഇതേപോലെ തന്നെ ഞാൻ തലകറങ്ങി വീഴുന്നു. ഇതേപോലെ തന്നെ പല സന്ദർഭങ്ങളിലും ഉചിതമല്ലാത്ത രീതിയിൽ ഞാൻ സംസാരിക്കുന്നു. എന്റെ വീട്ടുകാർ പല ഡോക്ടർമാരുടെ അടുക്കൽ കൊണ്ടുപോയി. അവർക്കൊന്നും അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാ ഈ കൊച്ചിനെ ധ്യാനത്തിൽ കൊണ്ടുവന്ന് ആ കൊച്ചിനെ കാണുന്നേ. ആ കൊച്ചു കുമ്പസാരിക്കുന്നു. ഈ മേഖലകളിൽ നിന്ന് ആ കൊച്ചിന് വിടുതൽ ലഭിക്കുക. ഇത് വ്യക്തികളുടെ മേലുള്ള പൈശാചിക പീഡയാണ്. ഇതേപോലെ തന്നെ സ്ഥലങ്ങളുടെ മേൽ, വസ്തുക്കളുടെ മേലുള്ള തിന്മയുടെ അരൂപികൾ കടന്നു വരും. എങ്ങനെയാണ് വസ്തുക്കളുടെ മേലും അതുപോലെ തന്നെ സ്ഥലങ്ങളുടെ മേലൊക്കെ തിന്മയുടെ അരൂപികൾ കടന്നു വരിക? നേരത്തെ നമ്മൾ കണ്ടതുപോലെ നമ്മുടെ ഈ ഭൂമിയൊന്നും നമ്മളാരും ഉണ്ടാക്കിയെടുത്തതല്ല. വർഷങ്ങൾക്ക് മുമ്പ് എത്രയോ വ്യക്തികളെ ഈ സ്ഥലങ്ങളിലൂടെ നടന്നു നീങ്ങിയിട്ടുണ്ട്. എത്രയോ വ്യക്തികളുടെ നിശ്വസനങ്ങൾ ഈ സ്ഥലത്ത് വീണിട്ടുണ്ട്. എത്രയോ വ്യക്തികളുടെ കണ്ണുനീര് വീണിട്ടുണ്ടാവും, രക്തത്തുള്ളികൾ വീണിട്ടുണ്ടാവും. എത്രയോ പാപക്കറകൾ ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ കടന്നു വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ വെഞ്ചരിക്കാത്ത സ്ഥലങ്ങൾ, വെഞ്ചരിക്കാത്ത വസ്തുക്കൾ ഇതൊക്കെ ഉപയോഗിക്കരുത്. വെഞ്ചരിച്ചിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരു വീട് പണിതു, ഈ വീട് പണിതതിന് ശേഷം നമ്മൾ ആ വീട് അങ്ങോട്ട് വെഞ്ചരിക്കാം. ഒരു വാഹനം മേടിച്ചു, നമ്മൾ ആ വാഹനം അങ്ങോട്ട് വെഞ്ചരിക്കാം. എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ വെഞ്ചരിച്ച് ആസ്വദിച്ചതിന് ശേഷമാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. അതിന്റെ കാരണം എന്താ? വ്യക്തികളുടെ മേലുള്ള തിന്മയുടെ അരൂപികൾ മനസ്സിലായി. അതുപോലെ തന്നെ വസ്തുക്കളുടെ മേലും സ്ഥലങ്ങളുടെ മേലും തിന്മയുടെ അരൂപികൾ കടന്നു വരും. ഒന്നുകിൽ ആ സ്ഥലത്ത് ഇതേപോലുള്ള പാപങ്ങൾ കടന്നു വന്നിട്ട് ഞാനോ അതുപോലെ തന്നെ ഏതെങ്കിലും വ്യക്തികൾ വഴിയായി ആ സ്ഥലത്ത് പാപത്തിന്റെ അവസ്ഥ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തിന്മയുടെ അരൂപികളെ ആ സ്ഥലങ്ങളൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ തിരിച്ചറിഞ്ഞു പ്രിയപ്പെട്ടവരെ, സ്ഥലങ്ങളുടെ മേലുള്ള വസ്തുക്കളുടെ മേലുള്ള പീഡ എന്നാണ് അതിനെ വിളിക്കുക. അതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിൽ എത്ര ബിസിനസ് ചെയ്തു കഴിഞ്ഞാലും അവിടെ അഭിവൃദ്ധിയില്ലാത്ത അവസ്ഥ, ചില കുടുംബങ്ങളിൽ സമാധാനം ഇല്ലാത്ത അവസ്ഥ. ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ആ സ്ഥലങ്ങളെ വ്യഞ്ചരിച്ച് വിശുദ്ധീകരിക്കണം. അതുപോലെ തന്നെ നമ്മളൊക്കെ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം, തീഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കണം. അങ്ങനെ അതിന്റെ മേൽ വിജയം വരിക്കാൻ സാധിക്കും. ഇതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ചില വ്യക്തികളുടെ മേൽ ഒബ്സഷൻ കടന്നു വരാറുണ്ട്. അത് മനസ്സിന്റെ മേലുള്ള പൈശാചിക പീഡയാണ്. ചില വ്യക്തികൾ ഇതേപോലത്തെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ഡിമോണിക് ഒബ്സഷൻ,
ഒരു പൈശാചികമായ രീതിയിൽ മനസ്സിന്റെ മേൽ പിശാച് ഭരണം നടത്തുന്ന അവസ്ഥ, ആ വ്യക്തിയുടെ നിയന്ത്രണം വിട്ടുപോകുന്ന അവസ്ഥ. ഇന്ന് ചില വ്യക്തികൾ ഇത് മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല, ചിലതിനൊക്കെ അഡിക്റ്റ് ആയിരിക്കുന്ന അവസ്ഥ, ഒന്നും ചെയ്യാൻ തോന്നാത്ത അവസ്ഥ. എന്നാൽ ഇതേപോലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ഇതേപോലെ ചില വ്യക്തികൾ ഒബ്സഷനിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്താണ് ഒപ്രഷൻ? എല്ലാ രീതിയിലുള്ള ഞെരുക്കം. നേരത്തെ പറഞ്ഞ പോലെ ഇത് ബിസിനസ് തകർന്നു, ഇതേപോലെ തന്നെ ക്യാൻസർ രോഗം ബാധിച്ചു, മക്കളുടെ ജീവിതം താറുമാറായി കിടക്കുന്നു, എന്ത് ചെയ്താലും ഒരു പുരോഗതിയില്ല, എല്ലാ രീതിയിലും ഇവർ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നതാണ്. ഇതേപോലെ ചില വ്യക്തികൾ കടന്നു പോകുന്നുണ്ട്. ഇന്ന് നൂറുകണക്കിന് കുടുംബങ്ങൾ വന്ന് സംസാരിക്കുമ്പോൾ ഞാൻ കാണുന്ന ഒരു കാര്യമാണ്, ഇതേപോലെ ഒന്നിനു പുറകെ ഒന്നായി ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നു. ഇതേപോലെ തന്നെ ചില വ്യക്തികളുടെ മേലുള്ള തിന്മയുടെ അരൂപികള പലവിധ കാരണങ്ങളാൽ നമ്മൾ പിശാചിനെ കീഴ്പ്പെടേണ്ടി വരുന്നു. ഒരു സബ്ജുഗേഷനിലൂടെ നമ്മൾ കടന്നു പോകേണ്ട അവസ്ഥ. ഇതുപോലെ തന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പിശാചിന്റെ ആവാസമാണ് പൊസഷൻ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതേപോലുള്ള തിന്മയുടെ പ്രവർത്തികൾ, അസാധാരണമായ പിശാചിന്റെ പ്രവർത്തികൾ ചില വ്യക്തികളുടെ മേൽ, ചില കുടുംബങ്ങളുടെ മേൽ, ചില സ്ഥലങ്ങളുടെ മേൽ ഈ കാലഘട്ടത്തിൽ കണ്ടുവരുമ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് ദൈവവചനം നമ്മളോട് പറഞ്ഞു തരുന്നത്? സാധാരണമായ പിശാചിന്റെ പ്രവർത്തികൾ നമുക്കറിയാം. തടസ്സപ്പെടുത്തുക, വഴി തടയുക, കുതികാല് വെട്ടുക. ഇതൊക്കെ പിശാചിന് ആരുടെ മേൽ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. എന്നാൽ അസാധാരണമായ പിശാചിന്റെ പ്രവർത്തികൾ ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. പിശാച് നേരിട്ട് നമ്മുടെ മേൽ ആക്രമിക്കാൻ കഴിയില്ല. മറിച്ച് ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് പിശാചിന്റെ അസാധാരണമായ പ്രവർത്തികൾ കടന്നു വരില്ല. ദൈവം അനുവദിക്കാതെ, അത് ബോധ്യം ഉണ്ടാവണം. ഈ അസാധാരണമായ അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചറിയണം, ദൈവം അനുവദിച്ചിട്ടാ എന്റെ ജീവിതത്തിൽ ഇത് കടന്നു വരികയുള്ളൂ. ജോബിനെ കുറിച്ച് ദൈവം സാത്താനോട് പറയുന്നുണ്ട്, എന്റെ ദാസനായ ജോബ് ഉണ്ടല്ലോ, എത്രയോ നീതിമാനായ വ്യക്തി, ദൈവത്തോട് സ്നേഹമുള്ള വ്യക്തി, അനുദിനം ബലിയർപ്പിക്കുന്ന വ്യക്തി, ഈ ജോബിനെ കണ്ടില്ലേ? ഈ ജോബിനെ നീ കണ്ടുപിടിക്ക്. ഈ സമയത്ത് സാത്താൻ പറയുന്നുണ്ട്, എന്തുകൊണ്ടാ ജോബ് നിന്നെ ആരാധിക്കുന്നേ? എന്തുകൊണ്ട് ജോബ് നിനക്ക് ബലിയർപ്പിക്കുന്നേ? എന്തുകൊണ്ട് ജോബ് നിന്നോട് സ്നേഹത്തോടുകൂടെ പെരുമാറുന്നേ? എന്ത് പറഞ്ഞാലും ഈ ജോബ് ജോബ് എന്ന് പറയുന്നുണ്ടല്ലോ, അതിന് കാരണം നീ അവന് സംരക്ഷണത്തിന്റെ വേലി വെച്ച് കൊടുത്തേക്കുക. നമ്മുടെ വചനത്തിൽ കാണുന്നുണ്ട്, ജോബിന്റെ പുസ്തകം 1-ാം അധ്യായം 9-ാം തിരുവചനം, ദൈവം അവന്റെ സമ്പത്തിനും കുടുംബത്തിനും വേലി കെട്ടി സംരക്ഷണ മുദ്ര വെച്ചു, അവന്റെ സകല പ്രവൃത്തികളെയും അനുഗ്രഹിച്ചു. ഈ വചനം ഒന്ന് കേട്ടെ, ദൈവം അവന്റെ കുടുംബത്തിനും സമ്പത്തിനും വേലി കെട്ടി സംരക്ഷണ മുദ്ര വെച്ചു, അവന്റെ സകല പ്രവൃത്തികളെയും അനുഗ്രഹിച്ചു. ഈ ദൈവത്തിന്റെ സംരക്ഷണ വലയം, ആ സംരക്ഷണ വേലി ജോബിനുള്ളത് കൊണ്ടല്ലേ ജോബ് നിന്നെ ബഹുമാനിക്കുന്നേ, നിന്നെ ആരാധിക്കുന്നേ, നിന്നെ സ്നേഹിക്കുന്നേ. സാത്താൻ ദൈവത്തോട് പറയുക, ആ ജോബിന്റെ സംരക്ഷണ വേലി ഒന്ന് പൊളിച്ചതാ, എന്നെ ഒന്ന് കയറാൻ അനുവദിക്കുക. അപ്പോൾ ഈ ജോബ് നിനക്കെതിരെ സംസാരിക്കും, നിന്നെ ശപിക്കും, നിന്നെ നിന്ദിക്കും. കാണാലോ, ഈ സാത്താൻ വെല്ലുവിളിക്കുക. ഈ സമയത്ത് ദൈവം ഈ ജോബിന്റെ ജീവിതത്തിലേക്ക് അവന്റെ സംരക്ഷണ വേലി പൊളിച്ചു മാറ്റിയ സാത്താൻ അവിടെ കടന്നു വരിക. ജോബിന്റെ ജീവിതത്തിലേക്ക് ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്ന അവസ്ഥ, മക്കൾ മരിച്ചു വീഴുന്നു, വളർത്തുമൃഗങ്ങൾ ചത്തൊടുങ്ങുന്നു, തന്റെ കൃഷിയിടങ്ങൾ മുന്തിരിത്തോട്ടം മുഴുവൻ നശിക്കുന്നു, ഇതുപോലെ തന്നെ കൊള്ളക്കാർ ആക്രമിക്കുന്നു. എല്ലാ രീതിയിലും ഞെരുക്കങ്ങളാ, ഒന്നിനു പുറകെ ഞെരുക്കങ്ങൾ. മക്കൾ മരിച്ചുപോയി, സ്വന്തം ഭാര്യ പോലും ദൈവത്തെ ശപിച്ചിട്ട് മരിക്കാൻ ജോബിനോട് പറയുക. ആ സമയത്തും ജോബ് ദൈവത്തെ സ്തുതിച്ച് യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന എന്ന് പറയുക. ഈ സമയത്ത് ദൈവം സാത്താനോട് ചോദിച്ചു, ഞാൻ അവന്റെ സംരക്ഷണ വേലി മുഴുവൻ പൊളിച്ച് നിനക്ക് തന്നു, നീ അവനെ ആക്രമിച്ചു, അവന്റെ വീട് ആക്രമിച്ചു, അവന്റെ കൃഷിസ്ഥലം ആക്രമിച്ചു, അവന്റെ ബിസിനസ് തകർത്ത് കളഞ്ഞു, അവന്റെ മക്കളും ജീവിതത്തിൽ ഇതേപോലെ തന്നെ എല്ലാം നശിപ്പിച്ചു കളഞ്ഞു, അവന്റെ വളർത്തുമൃഗങ്ങളെ നീ കൊന്നു കളഞ്ഞു. എന്നിട്ടും എന്റെ ജോബ് കണ്ടോ, എന്നെ സ്തുതിക്കുന്നു,
എന്നെ ആരാധിക്കുന്നു, എന്നെ മഹത്വപ്പെടുത്തുന്നു. ഈ സമയത്ത് സാത്താൻ ദൈവത്തോട് പറയുക, അതെ, അവന്റെ ദേഹത്തെ കൈവെക്കാൻ എനിക്ക് അനുവാദം താ, എങ്കിൽ ഈ ജോബ് തീർച്ചയായും നിന്നെ ശപിക്കും, നിന്നെ പഴിചാരും, നിനക്കെതിരായി അവർ സംസാരിക്കും. ഈ സമയം ദൈവം അനുവദിച്ചു കൊടുക്കുകയാണ് സാത്താന് ജോബിന്റെ മേൽ കൈവെക്കാൻ വേണ്ടി. ഈ ജോബിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ദൈവം അനുവദിച്ചു കൊടുത്തു സാത്താന് അവരുടെ ശരീരത്തിന് മേൽ കൈവെക്കാൻ വേണ്ടി. ഈ സമയത്ത് കാണാൻ സാധിക്കുകയാണ് തന്റെ ശരീരം മുഴുവൻ വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുക. ഭാര്യ പറയുക, ദൈവത്തെ ശപിച്ചിട്ട് പോയി മരിക്ക, ആത്മഹത്യ ചെയ്തു. ആ സമയത്ത് ജോബ് പറയുക, നല്ലത് വന്നപ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിച്ചു. ഈ മോശം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. ജോബ് പറയുക, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇതായിരുന്നു ജോബിന്റെ മറുപടി. നമ്മളൊരു കാര്യം തിരിച്ചറിഞ്ഞു, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ അസാധാരണമായ പിശാചിന്റെ ആക്രമണങ്ങൾ കടന്നു വരുമ്പോൾ എന്തുകൊണ്ട് എന്ന് നീ ചോദിച്ച് തകർന്നു പോകരുത്. മറിച്ച് എന്റെ ജീവിതത്തിലേക്ക് ഈ സഹനം, ഈ ഞെരുക്കം, ഈ പീഡ ദൈവം അനുവദിച്ചു തന്നിട്ടുള്ളതാണ്. ദൈവം സ്നേഹിക്കുന്നവർക്ക് ദൈവം അനുവദിച്ചു തരും പിശാചിന്റെ കെണികളൊക്കെ. എന്തിനു വേണ്ടിയിട്ടാ? ദൈവത്തിനുറപ്പാ ഈ ജോബിന്റെ ജീവിതത്തിലേക്ക് ഞാൻ ഇതേപോലുള്ള പിശാചിന്റെ ആക്രമണം കൊടുത്തു വിട്ടു കഴിഞ്ഞാൽ ജോബ് ഒരിക്കലും പരാജയപ്പെടില്ല, ദൈവത്തെ മഹത്വപ്പെടുത്തും. ജോബിന്റെ ജീവിതത്തിൽ ഇതേപോലത്തെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ, ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ അവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കും, എന്നോട് സ്തുതിക്കും, എന്റെ കരുണയ്ക്ക് വേണ്ടി അവൻ നിലവിളിച്ച് പ്രാർത്ഥിക്കും. ഒരിക്കലും എന്നെ അവൻ ശപിക്കില്ല എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ദൈവം അവന്റെ ജീവിതത്തിലേക്ക് ഇതേപോലെയുള്ള പ്രതിസന്ധികളും ഞെരുക്കവും കൊടുത്തിരിക്കുന്നത്. വചനത്തിൽ നാം കാണുന്നതിന്റെ നിന്റെ ശക്തിക്ക് അതീതമായ ഒരു പ്രലോഭനവും നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ അനുവദിക്കില്ല. ഓരോ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഓർക്കും എല്ലാം തകർന്ന് തരിപ്പണായത്. ഇല്ല പ്രിയപ്പെട്ടവരെ, ഓരോ സഹനങ്ങളും ഇതേപോലുള്ള അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഓരോ വ്യക്തികളും തിരിച്ചറിയുക, നമ്മുടെ ഓരോരുത്തരെയും കൃപാവരത്തിന് ശക്തി തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാ ദൈവം നമുക്ക് ഇതേപോലെയുള്ള സഹനങ്ങൾ തരുന്നത്. ദൈവത്തിന്റെ കൃപാവരത്തിൽ നമ്മൾ മുറുകെ പിടിക്കുക, സഹനം വരുമ്പോ പ്രാർത്ഥനയിൽ ശക്തി പ്രാപിക്കുക, നമ്മൾ കരുത്തുള്ള വ്യക്തികളായി മാറുക. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ കൃപാവരത്തിന് ശക്തി വെളിപ്പെട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാ നമുക്ക് ഈ സഹനങ്ങൾ ദൈവം തരുന്നത്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും ഒരു വ്യക്തിയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ സഹനം വന്നു കഴിഞ്ഞപ്പോഴല്ലേ നമ്മളൊക്കെ പ്രാർത്ഥനാ ജീവിതത്തെ വളർന്നിട്ടുള്ളത്. ഈ ദിനങ്ങളൊക്കെ നമ്മൾ നോക്കിയേ, എപ്പോഴാണ് നമ്മൾ കൂടുതൽ പ്രാർത്ഥിച്ച് കൂടുതൽ സഹനം വന്നു കഴിഞ്ഞപ്പോഴാ. ഈ കാലഘട്ടത്തിൽ കരിസ്മാറ്റിക് ധ്യാന രംഗത്തിലേക്ക് വന്നിരിക്കുന്ന 80% പേരും ഞാൻ അവരുമായി സംസാരിച്ചു കഴിയുമ്പോൾ അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ എങ്ങനെയാണ് ഈ ശുശ്രൂഷ ജീവിതത്തിലേക്ക് വന്ന് കർത്താവിന് വേണ്ടി ഞങ്ങൾ ജീവിതം സമർപ്പിച്ച് ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിതം ഒഴിഞ്ഞു വെച്ച് 80% പേരും പറയുക, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞെരുക്കങ്ങൾ, കടബാധകൾ, രോഗങ്ങൾ, കഷ്ടപ്പാട് ഓരോന്നും വന്നു. അങ്ങനെ വന്ന സമയത്ത് ഞങ്ങളൊരു ധ്യാനത്തിലേ വന്നു, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ചു, ദൈവം ഞങ്ങൾ വിളിക്കുന്നതായി ഞങ്ങൾ കണ്ടു. അങ്ങനെ ആ വിളിയോട് യെസ് പറഞ്ഞ് ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു വരാം. ഇതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ നമ്മൾ നോക്കിക്കും, ഞെരുക്കങ്ങൾ, പീഡകൾ, ഇതുപോലുള്ള അവസ്ഥകൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ ശക്തി പ്രാപിച്ചു നമ്മുടെ ഓരോരുത്തരെയും വിശുദ്ധീകരണത്തിന് വേണ്ടി, ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാ ദൈവം ഈ സഹനം തന്നിരിക്കുന്നത്. വീണ്ടും നമുക്ക് പറഞ്ഞു തരിക, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി. ജോബിന്റെ ജീവിതത്തിൽ ഈ സഹനം വന്നു കഴിഞ്ഞപ്പോ ജോബ് നഷ്ടധൈര്യനായില്ല, മക്കളെ മരിച്ചുപോയി, ദൈവത്തെ മഹത്വപ്പെടുത്തി. വളർത്തുമൃഗങ്ങൾ ചത്തൊടുങ്ങി, എന്റെ ദൈവം അറിയാതെ സംഭവിക്കില്ല, മുന്തിരിത്തോട്ടം മുഴുവൻ നശിപ്പിച്ചു. എന്നിരുന്നാലും ജോബ് തകർന്നു പോയില്ല. ഇതേപോലെ തന്നെ അവന്റെ കൃഷിയിടങ്ങൾ നശിച്ചുപോയിരിക്കുന്നു, എല്ലാം കൊള്ളക്കാർ കൊള്ള ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നു. ഒരിക്കലും ജോബ് തളർന്നു പോയില്ല.
ജോബ് പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന്. നമ്മൾ ഓരോരുത്തരെയും ജീവിതങ്ങളിലേക്ക് ഈ സഹനങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മളും ഈ ജോബിനെ പോലെ പറയാൻ സാധിക്കണം, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. വീണ്ടും നമുക്ക് പറഞ്ഞു തരികയാണ് പ്രിയപ്പെട്ടവരെ, സാത്താന്റെ പരാജയത്തിന് വേണ്ടി നമുക്ക് ഇതേപോലുള്ള സഹനങ്ങൾ തരും. നമുക്ക് ഒരു പരീക്ഷ വരിക. ഈ പരീക്ഷ SSLC +2 മോഡൽ എക്സാം വരുമ്പോ എങ്ങനെയാ? ഈ ടീച്ചർമാര് ഒരു വർഷക്കാലായി കൊച്ചുങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. പരീക്ഷയ്ക്ക് വരുന്ന പോർഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഇതേപോലെ തന്നെ എല്ലാം പഠിപ്പിച്ച് സ്റ്റഡി ലീവ് ഒക്കെ കൊടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുക്കിയിരിക്കുക. ഇതിനുശേഷം ഈ പരീക്ഷയുടെ അന്ന് ഈ ടീച്ചർമാർ ആഗ്രഹിക്കുന്ന എന്താ? എന്റെ കൊച്ച് ഞാൻ പഠിപ്പിച്ചു വിട്ട വിദ്യാർത്ഥി ഫുൾ മാർക്ക് കിട്ടണം. ഇതേപോലെ തന്നെ ആത്മീയ ജീവിതത്തിൽ ദൈവം നമുക്ക് എല്ലാ വഴികളും പറഞ്ഞു തന്നിട്ടുണ്ട്. സാത്താന്റെ കുടില തന്ത്രങ്ങളെ തകർക്കാനുള്ള എല്ലാ വഴികളും. എന്നിട്ട് ദൈവം ആഗ്രഹിക്കുന്ന എന്താ? എനിക്ക് ഫുൾ മാർക്ക് കിട്ടണം. ഈ പരീക്ഷയിൽ, പിശാചിന്റെ പരീക്ഷയിൽ എനിക്ക് വിജയിക്കണം. അതാണ് ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമുക്ക് അസാധാരണമായുള്ള പിശാചി ഇടപെടൽ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവിടെ തകർന്നു പോകരുത്, തളർന്നു പോകരുത്, പ്രത്യാശ നഷ്ടപ്പെട്ടു പോകരുത്. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. ദൈവമാണ് ഇതെന്റെ ജീവിതത്തിലേക്ക് കടത്തിവിട്ടത്. എന്റെ വിശ്വാസത്തെ ഒന്ന് ഉരച്ചു നോക്കാൻ, എന്റെ ഉപരി വിശുദ്ധീകരണത്തിന് വേണ്ടി, എന്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി, എന്റെ കൃപകളൊക്കെ ഒന്ന് ജ്വലിപ്പിക്കാൻ വേണ്ടി ദൈവം തന്നിട്ടുള്ളതാണ് എന്നുള്ള ബോധ്യം ഓരോ വ്യക്തികൾക്കും ഉണ്ടാകട്ടെ.